ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ മീഷോ എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള കൊറിയൻ നൈറ്റ് സ്യൂട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ ഈ മേടിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സും തന്നെ ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് മേടിക്കാം. കാരണം ഞാൻ അത് ഓൾറെഡി യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് കുറച്ചും കൂടി കറക്റ്റായിട്ട് പറയാൻ പറ്റും. പുതിയ ക്ലോത്ത്സിനെക്കാട്ടിലും യൂസ് ചെയ്തതാകുമ്പോഴേക്കും. സോ നമുക്ക് ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെലൈക്കൺ ഉണ്ട്, അതും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട്, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ കാണിക്കുന്ന നൈറ്റ് സ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതാണെന്നും കൂടിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാൻ പോണത് എനിക്കിതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നൈറ്റ് സ്യൂട്ടാണ് കേട്ടോ. ഈ കാണുന്ന പീച്ച് കളറിലുള്ള ഈ ഒരു നൈറ്റ് സ്യൂട്ടാണ്. ഇത് കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇവിടെ ഫ്രണ്ടിലൊക്കെ നിറയെ ഫ്രിൽസ് വന്ന് പിന്നെ ബട്ടൺസ് ഒക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ഈ കൊറിയൻ സീരീസൊക്കെ കാണുമ്പോഴേക്കും അവരിടുന്ന രീതിയിലുള്ളൊരു പാറ്റേണിലുള്ള നൈറ്റ് സ്യൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കിതിൻ്റെ കളർ മാത്രം അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ കളർ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ ഡ്രസ്സിനാണ് ഇമ്പോർട്ടൻസ് വരിക. എനിക്ക് എന്നെ ശ്രദ്ധിക്കണേക്കാട്ടിലും ഡ്രസ്സിലോട്ട് ശ്രദ്ധിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഇതൊരു കൂൾ കളറാണോ എന്നും ഞാൻ ഡിമ്മാവണ പോലെ ഫീൽ ചെയ്തു ഈ ഒരു കളർ. അപ്പോൾ കളർ വേറെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നി. പക്ഷേ ഇതിൻ്റെ കംഫർട്ടബിൾ വൈസ് ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഇതെനിക്ക് തോന്നുന്നു കോട്ടനും അതുപോലെ റയോണും മിക്സ് ആണെന്നാണ് കേട്ടോ ഫീൽ ചെയ്യണേ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാകും. നമ്മളെപ്പോഴും നൈറ്റ് ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കണത് തന്നെ എന്താ, ഫ്രീ ആയിട്ട് കൂളായിട്ടിരിക്കുക അങ്ങനെയുള്ളതല്ലേ, അതിന് പറ്റുന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ സെയിം കളറിലുള്ള പാൻസാണ് വരുന്നത്. എലാസ്റ്റിക് ഉള്ള പാൻസാണ്. ഈ എലാസ്റ്റിക് നല്ലോണം വലിക്കാൻ പറ്റും കേട്ടോ. ഇത്രയും നമുക്ക് ഈ എലാസ്റ്റിക് വലിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിന് വള്ളിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്രോച്ചേരി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ക്രോച്ചേരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഡിസ്കംഫോർട്ട് എന്നാണ് അൺകംഫർട്ട് എന്നാണ് പറയുക, എന്താണെന്ന് പറയാൻ എനിവേ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ, അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ക്വാളിറ്റി മെറ്റീരിയലൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 റുപ്പീസാണ്. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും എനിക്കിത് നന്നായിട്ടാണ് തോന്നിയത്. നല്ല കൂളായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിലിടുന്ന പോലത്തെ അങ്ങനത്തെ നല്ല സുഖമുള്ള പോലത്തെ ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു നേവി ബ്ലൂ കളറിലുള്ള ഒരു നൈറ്റ് സ്യൂട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ നൈറ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അന്വർത്ഥമാക്കണ പോലത്തെയാണ്. ഫുള്ള് ക്ലൗഡ്സും സ്റ്റാർസും മൂണും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടത്. ഇതിൻ്റെ ടോപ്പിൽ വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, മറ്റേതിലെ പോലത്തെ ഫ്രിൽസോ അങ്ങനെ ഒന്നുമില്ല. ഉള്ളി ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ എടുത്ത് നിൽക്കണ സംഗതി. ഓക്കെ. പിന്നെ ഇതിൻ്റെ പാൻസ് വരുന്നത് സെയിം ആ കളറിലുള്ള പാൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പാൻസിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനിങ്ങനെ നമുക്ക് വലിച്ചു കെട്ടാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഞാൻ നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. കുറച്ചും കൂടി ഒരു രസമുണ്ട് ഈ ഒരു മെറ്റീരിയലിന്. പക്ഷേ എനിക്കിത് കംഫർട്ടബിൾ ആയിരുന്നു വെച്ചാൽ എനിക്കത് കംഫർട്ടബിൾ അല്ല. ഇത് കോട്ടൺ ബ്ലെൻഡ് എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളതെങ്കിലും കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതിന് പോക്കറ്റ് ഇല്ല, ഇതിന് പോക്കറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഈ മൺസൂൺ ടൈമിൽ ഇടുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി തണുപ്പാണല്ലോ. അപ്പോൾ അതിന് പ്രശ്നമില്ല. പക്ഷേ സമ്മർ ടൈമിലൊക്കെ ഇടുമ്പോഴേക്കും കുറച്ച് ചൂടെടുക്കണ പോലത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷെ പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങളിങ്ങനെ സ്വെറ്റ് ചെയ്താലൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. പക്ഷേ കുറച്ചൊരു ചൂടെടുക്കണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കണം. കണ്ട ഒരു ചൂടെടുക്കണ രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ ഇതിൻ്റെത്. ഇതിന് റേറ്റ് വരണത് 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരണത്. ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, വീട്ടിലിടാനായിട്ടല്ലേ. ഇനി അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്ന ഒരു ഡ്രസ്സാണ്. ബ്രൗൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു നൈറ്റ് സ്യൂട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തത് വേറെ, വന്നത് വേറെ. ഓർഡർ ചെയ്ത് ഏതാണെന്ന് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മിക്കി മൗസിൻ്റെ ഒരു വൈറ്റ് കളറിൽ അങ്ങനെയാണ് മേടിച്ചത്. പക്ഷേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ കളറാണ്. ഇനി ഇത് റിട്ടേൺ അയക്കാനായിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് ഇട്ടിട്ടുള്ള റിവ്യൂ തരണമുണ്ട്. ഇത് റിട്ടേൺ അയക്കാനായിട്ട് പറ്റില്ല. പക്ഷെ കളർ എനിക്ക് ഒരു
കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഇങ്ങനത്തെ കളർ ഇടില്ല. ഇങ്ങനത്തെ യെല്ലോയും ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറല്ലേ. എനിക്ക് ഇങ്ങനത്തെ കളറിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ആ കളർ എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പാൻസ് വരണത് ഇതേപോലത്തെ ഒരു എലാസ്റ്റിക് ഉള്ള പാൻസ് ആണ് കേട്ടോ വരണേ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ക്രോച്ച് ഏരിയ കുറച്ചൊരു ഇങ്ങനെ നമുക്കൊരു ടൈറ്റ്നെസ് എന്നോ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ ഒരു സ്ഥലം. പിന്നെ ഇതിന് പോക്കറ്റൊന്നുമില്ല. അതിൻ്റെ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല, പക്ഷേ അടിപൊളി ക്വാളിറ്റിയൊന്നും അല്ല, കുഴപ്പമില്ല. അപ്പം പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ എനിക്ക് കളർ ചെറുതായിട്ട് കഴുകിയപ്പോഴേക്ക് പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഇതിട്ടിട്ടുള്ള വേറൊരു വീഡിയോ ഓൾറെഡി സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ അത് കഴുകണേൽ മുമ്പുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് നോക്കട്ടെ കളർ വ്യത്യാസം ഉണ്ടോയെന്ന്. എനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ കളർ മങ്ങിപ്പോയ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നണല്ലേ ഒരു ഇച്ചിരി കളർ പോയതുപോലത്തെ ഒരു ലുക്കായിപ്പോയി ഇതിന്. ശരിക്കും കളർ പോയത് തന്നെയാണോ എന്നുള്ളത് ഞാൻ ആ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും പറയാം കേട്ടോ. കണ്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് ഇച്ചിരി കളർ മങ്ങിയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പുതിയത് മേടിച്ച് കഴുകിയിട്ടുള്ള പോലത്തെ ഒരു ലുക്കില്ല. മൊത്തത്തിലൊരു കുറച്ചധികം തവണ ഇട്ട് കഴിഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ലുക്കായി പോയിട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഷോർട്ട്സും കൂടിയിട്ട് വരുന്നുണ്ട്. ഈ ഷോർട്ട്സും അത്യാവശ്യം നമുക്കിങ്ങനെ വലിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനും കളർ ചെറുതായിട്ട് മങ്ങിയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നു കേട്ടോ ഇത് ഇടുമ്പോഴേക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 എത്രയാണ്, അത് ഞാനിവിടെ എന്തായാലും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ പക്ഷെ എനിക്ക് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇനി അടുത്ത വന്നിട്ട് ഈ കാണുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇതൊരു യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് എന്നല്ല, ഒരു പീച്ച്, ലൈറ്റ് പീച്ച് കൈൻഡ് ഓഫ് ഒരു കളറാണ് കേട്ടോ. കുറേ ഇങ്ങനത്തെ കാർട്ടൂൺ പ്രിൻസൊക്കെ വന്നിട്ടുള്ള ഒരു നൈറ്റ് സ്യൂട്ടാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളി കോട്ടൺ മെറ്റീരിയൽ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലൂ കളറിലില്ലേ, അതിൻ്റെ തന്നെ പാറ്റേണിലുള്ള വേറെ കളറിലുള്ള സെയിം മെറ്റീരിയലിൽ വരുന്ന ഡ്രസ്സായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ പാൻസ് വരുന്നത് സെയിം ആ കളറിൽ തന്നെ വരുന്ന പാൻസാണ്. പിന്നെ ഇതിന് എലാസ്റ്റിക്കിൻ്റെ പാൻസാണ്. ഇതിൻ്റെ കൂടെ വള്ളിയുണ്ട്, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട് പറ്റും. പിന്നെ ഇതിന് പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ക്രോച്ച് ഏരിയൊക്കെ നല്ലതാണ്. മൊത്തത്തിൽ ഇടാനായിട്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ സമ്മർ ടൈമിൽ ചൂടെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അത് മാത്രമാണ് എനിക്കിതിൻ്റെ പ്രശ്നമായിട്ട് തോന്നിയത്. അല്ലാതെ ക്വാളിറ്റി വൈസ് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. സ്ട്രെച്ചബിൾ, അത്യാവശ്യം കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള തുണിയും കൂടിയിട്ടാണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റിംഗ് 3.9 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ മീഷോ ആപ്പിനകത്തുള്ളത്. റേറ്റ് വരുന്നത് 274 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ ഇവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എടുക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു പ്ലെയിൻനെസ് ഇത് മാറ്റുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തേ. എനിക്ക് തന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കിതാണ് ഇഷ്ടം. പക്ഷെ എന്നാലും ചെറിയ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊടുക്കാമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ സ്റ്റൈലിംഗ് കോഴ്സൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റൈലിംഗ് ഒക്കെ നമ്മുടെ വീഡിയോസിനകത്ത് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എലമെൻറ്റ് കൊടുത്തേ. അത് തന്നെയായിരുന്നു അല്ലേ നല്ലത്. എങ്ങനെയുണ്ടെന്നാവോ, കുറച്ച് ചീത്തവിളി കേട്ടാലും കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. കാണുമ്പോഴേക്കും നല്ല ക്യൂട്ടൂസ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റോസ് കളറിൽ മിക്സ് വരുന്ന ഒരു ഡ്രസ്സാണ് ഇത്. നല്ലൊരു കൊറിയൻ വൈബ് തരുന്ന രീതിയിലുള്ള ഡ്രസ്സാട്ടോ. ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഒരു മുയലിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ പോട്ട്ക വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇതെനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൻ്റെ സൈസ് കറക്റ്റ് സൈസാട്ടോ. അതായത് നിങ്ങൾ ഈ ഒരു ഡ്രസ്സിൻ്റെ അങ്ങനെ ലാർജ് സൈസ് മേടിക്കണം എന്നില്ല, അത് കംഫർട്ടബിൾ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സൈസാണ്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതേപോലെ നല്ലോണം വലിക്കാൻ പറ്റുന്ന എലാസ്റ്റിക്കുള്ള പാൻസാണ്. പക്ഷേ ഇതിൻ്റെ പാൻസിൻ്റെ ക്രോച്ച് ഏരിയ കുറച്ചൊരു ടൈറ്റായിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ പോക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 501 രൂപയാണ്. 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിന് എല്ലാത്തിനും റേറ്റിംഗ് ഉണ്ട്. ഞാൻ റേറ്റിംഗ് നോക്കാതെ മേടിച്ചത്. നിങ്ങളിങ്ങനെ മേടിക്കാന്നുണ്ടെങ്കിൽ റേറ്റിംഗ് നോക്കിയിട്ട് മേടിക്കണം കേട്ടോ. ഞാൻ കാണാൻ ഭംഗിയുള്ളത് വെച്ച് മേടിച്ചതാണ്, പക്ഷേ അതിൻ്റെ റേറ്റിംഗ് അത്ര ഇതില്ലായിരുന്നു. ഇതിൻ്റെ ലാർജ് സൈസാണ്. ഇതിൻ്റെ എല്ലാ ലാർജ് സൈസാട്ടോ. ഞാൻ പറഞ്ഞ ഒരെണ്ണം മാത്രമാണ് എക്സ്ട്രാ ലാർജ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ലൈറ്റ് പീച്ച് ഇല്ലേ, അതിൻ്റെ മെറ്റീരിയൽ വൈസ് എനിക്ക് നല്ലോണം ഇങ്ങനെ ചൂടെടുക്കാത്ത മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്തു. ഈ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള പോട്ട്ക വർക്കിൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ ആ ബ്ലൂ കാണിച്ചില്ല, ഡാർക്ക് നേവി ബ്ലൂ, ആ നേവി ബ്ലൂവും ലൈറ്റ് പീച്ച് അതിൻ്റെ ഇടയിൽ കാണിച്ചത് രണ്ടും ക്വാളിറ്റി വൈസ് തുണിക്ക് നല്ല കട്ടിയുള്ള തുണിയാണ്. പക്ഷേ
കുറച്ച് ചൂടെടുക്കും. ഈ മൺസൂൺ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇടാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ പ്രിഫറൻസ് അതായതുകൊണ്ട് എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ ഇട്ട് പഴകിയിട്ട് അങ്ങനത്തെ ഡ്രസ്സാണ് എനിക്ക് കംഫർട്ടബിൾ ഇടുമ്പോഴേക്ക്. അതേപോലെയാണിത് പുതിയത് മേടിച്ചിട്ട് കഴുകിയിട്ടുള്ള ഡ്രസ്സ് ഫീൽ ചെയ്യണേ. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനകത്ത് എടുത്ത് പറയാനുള്ള ഡ്രസ്സുകൾ. ബാക്കിയൊക്കെ നോർമലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എങ്ങനത്തെ വീഡിയോ ആണ് കാണേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ബൈ.